guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ്. എനിക്കറിയാം ഇപ്പോൾ എല്ലാവരും +2 റിസൾട്ടൊക്കെ വന്ന് എന്താ പറയുക, ഏത് കോളേജ് സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏതാണ് നല്ലത്, കേരളത്തിൽ പഠിക്കുന്നതാണോ ബാംഗ്ലൂർ പഠിക്കുന്നതാണോ നല്ലത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങളുടെ തിരക്കിലും ആയിരിക്കും ഇരിക്കുക അല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കോളേജ് ലൈഫ് ഈ ഒരു 6 months ഞാൻ എങ്ങനെ എൻ്റെ ഈ കോളേജ് എക്സ്പ്ലോർ ചെയ്തു, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇവിടെ തൊടുപുഴയിലെ അലസർ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൽ കയറി. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഞാൻ എങ്ങനെ ഈ അലസർ കോളേജിൽ എത്തി എന്നുള്ളതിൻ്റെ സ്റ്റോറി ഞാൻ ആദ്യം പറയാം. അപ്പം ഞാൻ ആദ്യം പറയാം, എന്താ, ഞാൻ നഴ്സിംഗ് ഫീൽഡ്, എനിക്ക് നഴ്സിംഗ് ഫീൽഡ് തന്നെ വേണം എന്ന് വാശി പിടിച്ച് വന്ന ഒരാളേ അല്ല ഞാൻ വേറെ ഫീൽഡിൽ പോകാൻ ഉദ്ദേശിച്ച ഒരാളാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ദൈവം എന്നെ BSc നഴ്സിംഗിൽ തന്നെ എത്തിച്ചു. അപ്പം ഓക്കെ, ഞാൻ കേരളത്തിൽ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത്. കിട്ടുമെന്ന് ഒരു യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നതാണ്. എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലാസ്റ്റ് വരെ ഞാനിങ്ങനെ LBSൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് എനിക്ക് അലസർ കോളേജ് കിട്ടിയത്. അപ്പം അലസറിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു 50 സീറ്റ് കൂടെ കൂട്ടി. അപ്പം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും തന്നെ എന്താ കയറിപ്പോയി, ഒരുപാട് കോളേജിൽ കയറി. പിന്നെ ഉള്ളവരൊക്കെ എന്താ പറയുക, വെളിയിൽ പോയി. അപ്പോഴത്തേക്കും അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു 50 സീറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ആ കോളേജിൽ വെച്ച് അങ്ങനെ എനിക്ക് കയറാൻ പറ്റി, ഇവിടെ കിട്ടി. LBS സൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാമായിരിക്കും LBS സൈറ്റ് എന്നാണ്. അപ്പം ഞാനൊരു ചെറിയൊരു ഓവറോളായിട്ട് LBSനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ കയറി LBS സൈറ്റ് സെർച്ച് ചെയ്യുക. ഇതാണ് LBS സൈറ്റിൻ്റെ. അപ്പോൾ അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഴ്സിംഗ് അതർ അലൈഡ് കോഴ്സസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് നമുക്ക് അതിനകത്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ഏത് കോളേജ് ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അതിനകത്ത് നമുക്ക് എന്താ പറയുക ഇടുവായിട്ടുണ്ട്. ആ സൈറ്റിൽ അവരറിയിക്കും. നമുക്ക് കേരളത്തിൽ കിട്ടാനായിട്ട് മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് മാർക്കാണ്. ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ 300-ലാണ് മാർക്ക് വരുന്നത്. അത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജീൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നഴ്സിംഗ് എല്ലാം കിട്ടുക. പിന്നെ കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് വരെയാണ് ഓരോ കോളേജിൽ കയറിയിരിക്കുന്നതെന്ന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ നമുക്ക് ഏത് കോളേജിൽ എന്താ കയറാൻ പറ്റും എന്നൊക്കെ നോക്കി നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു ഇത് വെച്ച് വേണം ചെയ്യാൻ. ആദ്യം മുതലേ LBSനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എനിക്കത് കിട്ടി. സോ എന്നാൽ ഗവൺമെൻറ് കോളേജസിലൊക്കെ കിട്ടണമെങ്കിൽ ഒരു 300-ഒരു 297 മണ്ടയിലോട്ടൊക്കെ വേണം തോന്നുന്നു. അത്രയൊക്കെ വേണം, എന്നാലേ ഗവൺമെൻറ് കോളേജസിലൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും കാസ്റ്റ് റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, കുറഞ്ഞ മാർക്കാണെങ്കിലും നമുക്ക് കയറാം. എന്താ പറയുക, ഇപ്പോൾ +2 കഴിഞ്ഞ് എല്ലാ പിള്ളേരും ബയോളജി സയൻസ് എടുത്ത എല്ലാവരും തന്നെ എന്താ പറയുക BSc നഴ്സിംഗ് എന്നുള്ളൊരു വിചാരം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. BSc നഴ്സിംഗ് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സംഭവം നല്ല പാടാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെടണം. ക്ലിനിക്ക് വൈസ് ആണെങ്കിലും അവിടെയും നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പം ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ തിയറി ക്ലാസ്സാണ് നല്ലത്. പക്ഷേ തിയറിയുടെ അവിടെ ഇരിക്കുമ്പോൾ നമ്മളോർക്ക് ക്ലിനിക്കിൽ പോയാൽ മതിയാണ്. അങ്ങനൊരു സംഭവമാണ്. എന്താ പറയുക, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം, കുറേ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 സബ്ജക്ട്സ് ആണുള്ളത്: അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി. അപ്പോൾ ഈ സൈക്കോളജി, സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ എക്സാം ആയിട്ടാണ്. അതുപോലെ തന്നെയാണ് അനാട്ടമി, ഫിസിയോളജി. അപ്പം ഇത് ഒരുമിച്ചാണ് ഒരേ എക്സാമിലാണ്. ഒരു ഷീറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, 2 ഷീറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. അല്ല, ഒരു ഷീറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സൈഡിൽ അനാട്ടമി, ഒരു സൈഡിൽ ഫിസിയോളജി ആയിരിക്കും. അങ്ങനെ നമുക്ക് 3 മണിക്കൂർ കൊണ്ടായിരിക്കും ഈ 2 എക്സാം വരുന്നത്. ഈ അനാട്ടമി തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിസിയോളജി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ സോഷ്യോളജി, സൈക്കോളജി നമുക്ക് ഇച്ചിരി കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടാമെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസോടുകൂടെ വേണം എല്ലാവരും വരാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ കോളേജ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേരൊക്കെ തന്നെ കേരള
സീനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല കോളേജാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായമായിട്ടോ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കോളേജ് തന്നെയാണ്. എന്താ പറയുക, ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഞാൻ പിന്നെ പറയാം, നമ്മൾ +2 പഠിച്ച പോലൊന്നും ആയിരിക്കത്തില്ല ഇവിടെ വരുന്ന. നമ്മൾ എന്താ പറയുക, നമ്മളത് +2 പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കുന്നില്ല. പക്ഷെ അതുപോലൊന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനത്തെ ക്ലോസ് ആവുന്നവരുണ്ട്, ക്ലോസൊക്കെ. ഇവിടെ പഠിത്തം നമ്മൾ കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് ഒരു സെമിസ്റ്റർ കഴിയും ഞങ്ങളെ. അതുപോലെ ഇങ്ങനെ എല്ലാ സെമിസ്റ്ററും കഴിയുമെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ സീനിയേഴ്സൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്ലിനിക്കിൽ ചെന്നാലായിരിക്കും നമുക്ക് സീനിയേഴ്സിനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം കിട്ടും. നമുക്ക് ക്ലിനിക്കൽ വൈസ് ആണെങ്കിലും ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഞങ്ങൾക്ക് എല്ലാം തന്നെ പറഞ്ഞുതരും. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് നന്നായിട്ട് തന്നെ പറഞ്ഞുതരാം. സീനിയേഴ്സ് വൈസൊന്നും കുഴപ്പമൊന്നുമില്ല, കോളേജ് ആണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ കോളേജ് വൈബൊന്നുമില്ല, നമ്മൾ ഈ ആർട്സ് കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ ആ ഒരു കോളേജ് വൈബൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ പഠിക്കണം, ആ ഒരു ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട്. വരുന്നത് കോളേജിൽ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. അല്ലാതെ വേറെ പിന്നെയെന്ന് പറഞ്ഞാൽ അല്ലസ് ഫെസ്റ്റിവൽ, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഈ അല്ലസ് കോളേജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത്രയും 14 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുണ്ട്. BTech, പിന്നെ ലോ കോളേജ്, ഫാർമസി, പിന്നെ MLT ഉണ്ട്, അങ്ങനെ അലൈഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നഴ്സിംഗ് കോളേജ്, പിന്നെ മെഡിക്കൽ കോളേജ്, MBBS, പിന്നെ PDS, ഡെൻ്റൽ കോളേജ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങൾ മെയിൻ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് ഇത്തിരി അപ്പുറത്തായിട്ടാണ്. അതായത് പിന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലിലല്ല താമസിക്കുന്നത്, ഞാനിവിടെ PGയിലാണ്, പെയിൻ ഗസ്റ്റാണ് താമസിക്കുന്നത്. ഞാൻ PG എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിരുന്നത് PG ആയിരുന്നു ഹോസ്റ്റലിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് പറയുവാണെങ്കിൽ, ആദ്യത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നോ എന്താണ് നമ്മൾ ആദ്യം പേഷ്യൻറ്റിനോട് സംസാരിക്കേണ്ടതെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളത് യൂസ്ഡായി. പിന്നെ നമുക്ക് ആദ്യം ചെയ്യാൻ ആ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ, എല്ലാവരുടെയും ഹിസ്റ്ററി എടുക്കുക, പിന്നെ കുഞ്ഞു കാര്യങ്ങളൊക്കെ BP നോക്കുക, ടെമ്പറേച്ചർ നോക്കുക, പിന്നെ ഷുഗർ നോക്കുക, ഇതൊക്കെ ഉള്ളായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്കൊരു മോഡൽ എക്സാം പോലെ ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ. ദെൻ നമുക്ക് സെക്കൻഡ് ഇയറിൽ വരുമ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ പ്രാക്ടിക്കൽ എക്സാം വരിക. 12:30 വരെ നമുക്ക് ക്ലിനിക്സ് കാണും. ദെൻ ആഫ്റ്റർനൂൺ നമുക്ക് തിയറി ക്ലാസ് ഉണ്ടായിരിക്കും. എൻ്റെ കോളേജ് ലൈഫിൽ ഏറ്റവും റിലാക്സേഷൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാനിവിടെ വന്ന് എൻ്റെ റൂംമേറ്റ്സിനെ ഒന്നും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ.